എന്താ ആശ? ആശയ്ക്ക് എന്ത് പറ്റി? പറ്റിയത് അവൾക്കല്ല, നമുക്കാ. കുഞ്ഞു പെങ്ങള് പൊന്നാങ്ങളുടെ പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആശ? അതേടാ, മോന്തായം വളഞ്ഞാൽ 64 വളഞ്ഞൊന്ന. നീയല്ലേ അവൾക്ക് മാതൃക കാട്ടിക്കൊടുത്തത്? ഓരോന്ന് ചെയ്യുമ്പോഴോർക്കണം. ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇല്ല. നീയാണ് അതിന്റെ കാരണം. നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു. ഈ വീട്ടിൽ അവൻ ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം നീ കൊടുത്തു. കല്യാണ പ്രായമെത്തിയ ഒരു പെണ്ണ് ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ ഓർത്തില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവൻ ശരിയല്ലെന്ന്. അപ്പൊ നീ പറഞ്ഞു ഞങ്ങളെക്കാൾ ഭേദം അവനാണെന്ന്. ഇപ്പൊ എന്തായിടാ, ഒരു ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ചേട്ടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ അവൻ. എടാ, സോഷ്യലിസം എന്നും പറഞ്ഞു ബാലിക്കാരനെ സ്വന്തം കിടപ്പറ വരെ കയറ്റി നിരങ്ങാൻ അനുവദിക്കുന്ന എല്ലാവന്റെയും ഗതിയിതാ. തേണുകേ, അവൾ എഴുതി വെച്ച കത്തെടുത്ത് അളിയന് കൊടുക്ക, വായിച്ച് രസിക്കട്ടെ. നല്ല ഫാമിലി. അച്ഛാ, എല്ലാരും പറയുന്നത് നേരല്ലേ? ഞാൻ കാരണോ? അല്ല, ഇന്നതൊക്കെ അനുഭവിച്ചേ ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നുണ്ടാവും. എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു. മോനിങ്ങി വാ. അച്ഛൻ്റെ അടുത്തിരിക്കുക. എടാ, നീ വിഷമിക്കരുത്. എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവന്റെ ചേട്ടൻ ഒരു നാറിയും, പക്ഷേ ഇവൻ പാവം. ബുദ്ധി ഉദിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം. പുണ്യം കിട്ടാനും നല്ലല്ലോ നമ്മൾ ജോലി ചെയ്യുന്നേ. നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ് എത്രയാ? അത് നമ്മളെങ്ങനെ മുതലാക്കും? ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരാന്നൊക്കെ പറഞ്ഞൊരു വിരട്ടിയതാ. ഇവനാള് സ്വപ്പ കള്ളനാ. പണമില്ല, നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അഭിനയിച്ചു. ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടത് തോന്നും. ഇപ്പൊ കാശ് എവിടുന്ന് വന്നു? ഇതിനിടയ്ക്ക് താനവിടെ പോയിരുന്നു. ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനുമൊക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു. അപ്പുറത്ത് പുഴയാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കില്ല. എന്റെ മുമ്പ് 2 വഴികളേ ഉള്ളൂ. ഒന്ന്, എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് തരിക, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലാവും. തമിഴ്നാട്ടിൽ തകരമടിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്രയോ വീടുകളുടെ ടെറസിൽ പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ. ഈ നാട്ടിൽ മാത്രം നിങ്ങളെപ്പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല.
നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്. തൊഴിലാളികൾ, അസംസ്കൃത വസ്തുക്കൾ, പണം മുടക്കാൻ ആൾക്കാർ. എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ട്? നിങ്ങൾ കാരണം, നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം. ദ്രോഹികൾ, റാസ്കൽസ്, 100 പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങൾ 25,000 50,000 ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ? 5 രൂപയില്ല എന്റെ കയ്യിൽ. മനസ്സിലായോ? ഒപ്പിടാ, ഒപ്പിടാൻ. ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ? എന്താ എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരേ. ജൈവീ പാപകരാള കർമ്മ വിമുഖവും വ്യാധിം ച ധൈര്യം ചുതിം. ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ? നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ച പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഇറങ്ങി സ്വാമി. കുടുംബം അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചതിന് മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചത് പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ തലയുണ്ടോന്ന്.
ആരുടെ തലയാടാ പൊട്ടിത്തെറിച്ച്? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ! തേങ്ങ ആരോടച്ചല്ലാത്താടാ? എന്നാ പിന്നെ തനിക്ക് കുറെ തേങ്ങ മേടിച്ച് ഉടച്ച പോരായിരുന്നോ? എന്നെ എന്തിനാണോ വിളിച്ചത്? മരവാക്കണേ. നിർത്ത് നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ആ. ഞാനൊരു സത്യം പറയട്ടടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? ആ കേക്കണോടാ? ഞാൻ പറയാം, ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓരോ ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ച് ചാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ.